ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അമ്പൂട്ടി പറയുകയാണ്, ഒന്നുമില്ല, ചെറിയൊരു പനി. ഞാനിപ്പോൾ ചുക്ക് കാപ്പി കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടി കഴിഞ്ഞെങ്കിൽ ചൂട് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു പാരസെറ്റമോൾ കൂടി കൊടുക്കും. അത്രയുള്ളൂ കാര്യം എന്ന് അമ്പൂട്ടി പറയുമ്പോൾ കല്യാണി പറയുകയാണ്, അതുപോരാ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം. അനിയൻകുട്ടൻ പറയുകയാണ്, എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഇക്കാര്യം പറയാതിരുന്നത്. അനിയൻകുട്ടാന്ന് കല്യാണി വിളിക്കുമ്പോൾ അനിയൻകുട്ടൻ പറയുകയാണ്, എനിക്ക് പനിയൊന്നും ഇല്ല. ഫാസി പറയുകയാണ്, ഇനിയിപ്പോ ഇവന് ഒരല്പം പനി കൂടിയെന്നിരിക്കട്ടെ, ഞാനില്ലേ ഇവിടെ, ഞാൻ കൊണ്ടുപോകുമല്ലോ ഹോസ്പിറ്റലിൽ. അപ്പോ കല്യാണി പറയുകയാണ്, ഫാസി എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പോൾ ഫാസി പറയുകയാണ്, കല്യാണി ചേച്ചി, എന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും പറയണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. സുബ്രുവണ്ണൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അദ്ദേഹം പരിചയപ്പെടുത്തിയതാണെങ്കിലും നിങ്ങളാരും അന്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആനന്ദ് സാറിനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ ഇവനിപ്പോൾ ഒരു ചെറിയ പനിയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞത്. കല്യാണി പറയുകയാണ്, ഈ അവസ്ഥയിൽ എനിക്ക് തൃച്ചംബരത്ത് നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ഫാസി, അതാണ്. ഫാസി പറയുകയാണ്, അതെനിക്കറിയാമല്ലോ, ചേച്ചി അവിടെ നിന്നും മാറി നിൽക്കരുത്. ഇപ്പോൾ ചേച്ചി അവിടെ വേണം. ഇവന്റെ കാര്യമോർത്ത് ചേച്ചി വിഷമിക്കേണ്ട. ഇവന് ലേശം പനിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ സുബ്രുവണ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. സുബ്രുവണ്ണൻ ഇന്ന് നേരത്തെ വരും. അതുവരെ ഇവന്റെ കാര്യം അമ്പിളിയും ഞാനും കൂടി നോക്കിക്കോളാം. ചേച്ചിയെ തിരിച്ചുകൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ വരും. അനിയൻകുട്ടൻ പറയുകയാണ്, ചേച്ചി ധൈര്യമായിട്ട് തന്നെ പൊക്കോ, എനിക്ക് പനിയൊന്നും ഇല്ല. കല്യാണി എല്ലാവരോടുമായി ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ? ഫാസി പറയുകയാണ്, ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചു. ഇവനുള്ളതെല്ലാം അമ്പിളി കൊടുത്തിട്ടുണ്ട്. അമ്പിളിയുടെ കൈ പിടിച്ച് കല്യാണി ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ? അമ്പിളി പറയുകയാണ്, കല്യാണി ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഒന്നും പേടിക്കേണ്ട, ഞാനൊരു പൊടി ഡോക്ടറല്ലേ. ശരിയെന്ന് പറഞ്ഞ് പോട്ടെ അനിയൻകുട്ടാന്ന് ചോദിക്കുകയാണ് കല്യാണി. പോകാമെന്നും പറഞ്ഞ് ഫാസിയും കൂട്ടി പോവുകയാണ് കല്യാണി. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന അരവിന്ദിനെയാണ്. അവിടേക്ക് നന്ദന വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി അരവിന്ദ്, എന്തെങ്കിലും കണ്ടെത്തിയോ? അരവിന്ദ് പറയുകയാണ്, അതെ, നീ ഇവിടെ വന്നിരിക്കും, നോക്ക്. എന്നിട്ട് ലാപ്ടോപ്പ് നന്ദനയുടെ നേരെ നീക്കി വച്ചിട്ട് അരവിന്ദ് പറയുകയാണ്, ദേ നോക്ക്, ഇതാണ് അമ്മ പറഞ്ഞ ആ കനേഡിയൻ കമ്പനി, ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ. ഇതങ്ങനെ സാധാരണ കമ്പനിയൊന്നുമല്ല, വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്, ഒരു ഇന്റർനാഷണൽ കമ്പനി. ശരിയാണല്ലോ എന്ന് ലാപ്ടോപ്പ് നോക്കിയിട്ട് നന്ദന പറയുകയാണ്. അരവിന്ദ് പറയുകയാണ്, സൗത്ത് ഇന്ത്യയിൽ ഈ കമ്പനി ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി എല്ലായിടത്തും അറിയപ്പെടും. ഇതൊരു മെഗാ പ്രൊജക്ട് ആയിരിക്കും. നീ ആ ലാപ്പ് ഒന്ന് തായെന്നും പറഞ്ഞ് ലാപ്ടോപ്പ് വാങ്ങുകയാണ് അരവിന്ദ്. ചിരിച്ചുകൊണ്ട് അരവിന്ദ് പറയുകയാണ്, പിന്നെ ഭാരിച്ച ചുമതലയായിരിക്കും എല്ലാവർക്കും. അതൊരു ത്രില്ലല്ലേ അരവിന്ദ്, നമ്മൾ എല്ലാവരും ഇല്ലേ? പിന്നെ ആനന്ദ് മുൻപിലുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമല്ലേ? അതെ അതെ ബ്രോ, ഇതിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്. അരവിന്ദ് ചോദിക്കുകയാണ്, അതെ, നമ്മൾ എന്ത് പ്രൊജക്റ്റ് ആയിരിക്കും കണ്ടെത്തേണ്ടത്? അതാണല്ലോ പ്രധാന കാര്യം. ഹാൻഡ്ലൂം ആയാലോ എന്ന് നന്ദന ചോദിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, ഹാൻഡ്ലൂം, അതൊരു പുതുമയില്ല, കേരളത്തിൽ ഒത്തിരിയില്ലേ. അന്നേരം സുജാത അവിടേക്ക് ചായയുമായി വരികയാണ്. ഒന്ന് ആലോചിച്ച ശേഷം നന്ദന വീണ്ടും പറയുകയാണ്, ആ, ടൂറിസം ആയാലോ? അരവിന്ദ് പറയുകയാണ്, ടൂറിസം ഒന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ പറ്റില്ല. മാത്രവുമല്ല, ടൂർ ഓപ്പറേറ്റിംഗിൽ ചെറുതും വലുതുമായി എണ്ണിയാൽ തീരാവുന്നത്രയും ഇവിടെ തന്നെ ഒരുപാടുണ്ട്. നന്ദന പറയുകയാണ്, കേരളത്തിൽ ഒരുപാട് കായലുകളും പുഴകളും ഇല്ലേ? നമുക്ക് ഈ കായൽ സമ്പത്തിൽ നിന്നും എന്തെങ്കിലും പ്രത്യേകതരം ഫുഡ് പ്രോഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചാലോ? ചിരിച്ചുകൊണ്ട് അരവിന്ദ് പറയുകയാണ്, എടി, പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് കൂടി ചിന്തിക്ക്. അതൊന്നും ശരിയാവില്ലെന്നേ. അപ്പോഴേക്കും ആനന്ദ് അവിടേക്ക് വരികയാണ്. ഇരിക്ക് ബ്രോ എന്ന് അരവിന്ദ് പറയുമ്പോൾ ആനന്ദ് ചോദിക്കുകയാണ്, എന്താ അരവിന്ദ്, എന്നെ കാണണമെന്ന് പറഞ്ഞത്? അരവിന്ദ് പറയുകയാണ്, വിളിച്ചത് പുതിയ ബിസിനസ് പ്രോജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയാണ്. ലാപ്ടോപ്പ് ആനന്ദിന് നേരെ കാണിച്ചിട്ട് അരവിന്ദ് പറയുകയാണ്, ഇതാണ് അമ്മ പറഞ്ഞ ആ കമ്പനിയുടെ സൈറ്റ്. ഞാനൊന്ന് വെറുതെ കയറി നോക്കി, പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ് ആനന്ദ്. നോക്കൂ ബ്രോ എന്ന് വീണ്ടും അരവിന്ദ് പറയുകയാണ്. നന്ദന പറയുകയാണ്, എന്ത് പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വെറുതെ ഒരു ഡിസ്കഷൻ വെക്കുകയായിരുന്നു. നോക്കാതെ നിൽക്കുന്ന ആനന്ദിനോട് വീണ്ടും അരവിന്ദ് പറയുകയാണ്, ഏയ് നോക്കൂ ബ്രോ. അരവിന്ദ് ചോദിക്കുകയാണ്, ഇതെന്താ ആകെ വല്ലാതെ ഇരിക്കുന്നത്? എന്താ ഡെസ്പാണോ? എന്താ, എന്തു പറ്റി? നന്ദനയും ചോദിക്കുകയാണ്, എന്താ ആനന്ദ്? അഖിലാന്റി പിന്നെയും? അരവിന്ദ് വീണ്ടും പറയാണ്, പറയൂ ബ്രോ, എന്താ വീണ്ടും ഒരു ടെൻഷൻ പോലെ? ആനന്ദ് പറയുകയാണ്, അകന്നു നിന്നുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹിച്ചാൽ മതി എന്ന് തോന്നുകയാണ് അരവിന്ദ്. ഞാനും കല്യാണിയും ഇങ്ങോട്ട് തിരികെ വരരുതായിരുന്നു. ഇതെന്താ ബ്രോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അനുഭവങ്ങളല്ലേ അരവിന്ദ് നമ്മളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ചില തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും.
അകലം പാലിച്ചു നിൽക്കുമ്പോൾ ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകും എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു. എന്താണെന്ന് പറയൂ ബ്രോ. അപ്പോൾ ആനന്ദ് പറയുകയാണ്, ഇവിടെ ഞാനൊരു അന്യനാണെന്ന് തോന്നുകയാണ് അരവിന്ദ് ഇപ്പോൾ. അമ്മയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമ്മ എന്നോട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാനൊട്ട് തയ്യാറും അല്ല. എന്താ ബ്രോ, അമ്മയുടെ സ്വഭാവം ബ്രോയ്ക്ക് അറിയാവുന്നതല്ലേ? അപ്പോൾ ആനന്ദ് പറയുകയാണ്, അതല്ല അരവിന്ദ്, അമ്മയ്ക്ക് എന്നോടുള്ള വൈരാഗ്യം മാറിയിട്ടില്ല. അമ്മ പൂർണ്ണ മനസ്സോടെയല്ല ഓരോ കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഓരോരോ തടസ്സവാദങ്ങൾ. ഞാനൊരു തെറ്റുകാരനാണെന്ന കുറ്റബോധമാണ് എന്നെ ഇപ്പോൾ വേട്ടയാടുന്നത്. ഞാൻ അമ്മയുടെ മകനായി ജനിച്ചതേ തെറ്റ്, അല്ലെങ്കിൽ കല്യാണിയുടെ ഭർത്താവായത് തെറ്റ്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും തെറ്റുകാരൻ തന്നെയാണ് എന്ന ബോധ്യം. ഐ ആം ടോട്ടലി ഡിസ്റ്റർബ്ഡ്. നന്ദന പറയുകയാണ്, ആന്റി ആനന്ദിനോട് ചിലപ്പോഴൊക്കെ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ആനന്ദ് ഇല്ലാത്തൊരു ലോകം അഖിലാന്റിക്ക് ഇല്ല. അതെ ബ്രോ, ബ്രോ ഇങ്ങനെ വെറുതെ വിഷമിക്കുകയാണ്. അമ്മയ്ക്കെന്നും ബ്രോയാണ് വലുത്. ഞാനൊന്നും ഒന്നും അല്ല ബ്രോ. എന്നെ അമ്മ ബിസിനസ് കാര്യത്തിലൊന്നും തൊടിയിക്കുക പോലും ഇല്ലായിരുന്നല്ലോ. അച്ഛൻ പറഞ്ഞാൽ പോലും അമ്മ ചിലതൊന്നും കേൾക്കാറ് പോലും ഇല്ല. പക്ഷേ ബ്രോ പറഞ്ഞാൽ അമ്മ കേൾക്കാറുണ്ട്. അച്ഛനും അങ്ങനെ തന്നെയാണ്. ബ്രോയോടാണ് കാര്യം. ആ സ്നേഹം മുഴുവൻ അനുഭവിച്ച ആളല്ലേ എന്റെ ബ്രോ. പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അന്നേരം നന്ദന പറയുകയാണ്, സ്നേഹ കൂടുതൽ ഉള്ളവരോട് കലഹിക്കുന്നത് ആന്റിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ആന്റി പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊന്നും ആനന്ദ് കാര്യമാക്കരുത്. ആന്റിയുടെ സ്നേഹത്തിന്റെ ആഴം ആനന്ദിന് ഏറ്റവും കൂടുതൽ അറിയൂ. എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടി നോക്കിയ ഒരു അമ്മയും മകനുമാണ് ആനന്ദും ആന്റിയും. ആനന്ദിനെ പിടിച്ചു തിരിച്ചിട്ട് അരവിന്ദ് പറയുകയാണ്, ബ്രോ, ബ്രോ അങ്ങനെ വിഷമിക്കരുത്. ബ്രോയുടെ മുഖമൊന്ന് ഇരുണ്ടാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാണ്. അതറിയുമോ? ആരില്ലെങ്കിലും ഞാനില്ലേ എന്റെ ബ്രോയ്ക്ക്. ഞങ്ങളില്ലേ എന്റെ ബ്രോയുടെ കൂടെ. വിഷമത്തോടെ വീണ്ടും അരവിന്ദ് പറയുകയാണ്, ബ്രോ എനിക്ക് തന്ന സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ? ബ്രോയ്ക്ക് വേണ്ടി എന്റെ ജീവൻ വരെ തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ ജീവൻ വരെ എന്ന് വിങ്ങിക്കൊണ്ട് പറയുകയാണ് അരവിന്ദ്. ചിരി വരുത്തിക്കൊണ്ട് ആനന്ദ് പറയുകയാണ്, ഞാൻ എന്റെ സങ്കടം പറയാമെന്നു ഇപ്പോൾ നീ കരയുന്നു. മുഖം തിരിച്ച് അരവിന്ദിനെ ചേർത്ത് നിർത്തി ആനന്ദ് പറയുകയാണ്, ഏയ് നീ കരയരുത്, അതെനിക്ക് സഹിക്കില്ലടാ. വീണ്ടും ആനന്ദ് പറയുകയാണ്, എനിക്ക് അമ്മയെ മാത്രമല്ല വീണ്ടും കല്യാണിയെയും മനസ്സിലാകുന്നില്ല. ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തവളാണ്. ദേ ഇപ്പോൾ ഇവിടെ മതി അവൾക്ക്. ഇവിടെ പലതരത്തിൽ അപമാനിതയായവളാണ് അവൾ. അമ്മയുടെ കണ്ണിലെ കരടാണ്. എന്നിട്ടും അവൾക്കിപ്പോഴും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി വേണം. എനിക്ക് എന്റെ അമ്മയെയും പിടികിട്ടുന്നില്ല, കല്യാണിയെയും പിടികിട്ടുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുകയാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ബിസിനസ് കാര്യങ്ങളൊക്കെ തലപുകഞ്ഞ് ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ കല്യാണിക്ക് വേണ്ടിയല്ലേ? അവളുടെ ഇതൊന്നും ഇടപെടാതെ അടുക്കളയിൽ. എന്താ ഇവരുടെയൊക്കെ മനസ്സില്? അരവിന്ദ് പറയുകയാണ്, അത് പോട്ടെ ബ്രോ, എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളല്ലേ ബ്രോ. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അന്നേരം നന്ദന പറയുകയാണ്, നമുക്ക് ഈ ബിസിനസ് പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അരവിന്ദ് പറയുകയാണ്, അത് മാത്രമല്ല എന്ത് പ്രൊഡക്റ്റാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് സംസാരിക്കണ്ടേ? ആനന്ദ് പറയുകയാണ്, അതിന് ഞാൻ ചില ഡിമാൻഡുകളൊക്കെ അമ്മയുടെ മുൻപിൽ വച്ചല്ലോ. അതിന് അമ്മ ഇതുവരെ മറുപടി തന്നിട്ടില്ല. അമ്മ അതിന് ഉത്തരം തരട്ടെ, എന്നിട്ടേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അത്രയും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്നും പോവുകയാണ്. ബ്രോ, ബ്രോ എന്ന് അരവിന്ദ് തിരികെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആനന്ദ് കേൾക്കാതെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ഫ്രൂട്ട്സ് ഒക്കെ അരിയുന്ന കല്യാണിയാണ്. ഡൈനിങ് ഹാളിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും നന്ദനയും അരവിന്ദും വിലാസിനിയും ഒക്കെ ഉണ്ട്. സുജാത എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയാണ്. അരവിന്ദ് പറയുകയാണ്, നല്ല ടേസ്റ്റുള്ള ആഹാരം അല്ലേ നന്ദന? നന്ദന പറയുകയാണ്, സംശയമുണ്ടോ? അല്ലെങ്കിൽ തന്നെ കല്യാണി കിച്ചണിൽ കയറിയാൽ ആഹാരത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അഖില ഇതൊക്കെ ശ്രദ്ധിച്ച് ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുകയാണ്. നന്ദന പറയുകയാണ്, 100 പ്രാവശ്യം നമ്മളിത് പറഞ്ഞതാണെങ്കിലും വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആനന്ദ് അന്നേരം ചിരിക്കുകയാണ്. വീണ്ടും അരവിന്ദ് സുജാതയോട് ചോദിക്കുകയാണ്, അല്ല കല്യാണിയല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത്? സുജാത പറയുകയാണ്, അതെ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചില്ല. ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത് നാരായണനും വിലാസിനിക്കുമാണ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, പാചകം ഒരു കലയാണ്. നിറഞ്ഞ മനസ്സോടെ അതുണ്ടാക്കുമ്പോഴാണ് അതിന് രുചി കൂടുന്നത്. വിലാസിനി പറയുകയാണ്, അതെ, ആഹാരത്തിന് ടേസ്റ്റ് ഉണ്ടാകുന്നത് ടേസ്റ്റുള്ള സാധനങ്ങൾ ചേർത്തത് കൊണ്ടാണ്, അല്ലാതെ ഇത് കൈപുണ്യം കൊണ്ടൊന്നും അല്ല. ഐ ശരിയെന്ന് പുച്ഛത്തോടെ പറയുകയാണ് അരവിന്ദ്. എന്നിട്ട് പതുക്കെ നന്ദനയോട് പറയുകയാണ്, ഇവര് നാവനക്കിയാൽ ഇവിടെ വിഷവാതകം പടരും. വിലാസിനി ചോദിക്കുകയാണ്, എന്താ അരവിന്ദ്, എന്താ നീ നന്ദനയോട് പറഞ്ഞത്? അതെ, അതൊന്നുമില്ല. ഞങ്ങളെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകാത്തതെന്താ? മഴ പെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ നന്ദനയോട് പറയുകയായിരുന്നു. അല്ലേടി എന്ന് വീണ്ടും ചോദിക്കുകയാണ് അരവിന്ദ്. അതെ അതെ എന്ന് നന്ദന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അന്നേരം ശിവരാമകൃഷ്ണൻ സുജാതയോട് ചോദിക്കുകയാണ്, അല്ല കല്യാണി എവിടെ? സുജാത പറയുകയാണ്, എന്തോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അരവിന്ദ് ചോദിക്കുന്നു, സ്പെഷ്യൽ ഫുഡോ?
ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുകയാണ് നന്ദന മേഡത്തിന്. അതെന്തായിരിക്കുമെന്ന് അരവിന്ദ് എല്ലാവരോടുമായി തിരക്കുകയാണ്. അന്നേരം കല്യാണി അടുക്കളയിൽ ഫ്രൂട്ട്സ് എല്ലാം മിക്സിയിലിട്ട് അടിക്കുകയാണ്. അതിനുശേഷം അതൊരു ബൗളിലാക്കി അവിടേക്ക് കൊണ്ടുവരികയാണ്. നന്ദന അരവിന്ദിനോട് പറയാണ്, ഇതെടുത്ത് കഴിക്ക് അരവിന്ദേ, കുറച്ചുകൂടി കഴിച്ചൂടെ? അന്നേരം അരവിന്ദ് പറയുകയാണ്, ഓക്കെ ഞാൻ കഴിക്കാം. നന്ദന എന്ന് പറഞ്ഞ് കല്യാണി കൊണ്ടുവന്ന ജ്യൂസ് നന്ദനയ്ക്ക് കൊടുക്കുകയാണ്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ കല്യാണി അത്? ഇത് നന്ദനയ്ക്ക് മാത്രം കഴിക്കാനുള്ളതാണ്. അരവിന്ദ് ചോദിക്കുകയാണ്, ഏയ് അതെന്താ ഇപ്പോ അത്? ഞങ്ങൾ കഴിച്ചാൽ കുഴപ്പമാകുമോ? ചിരിച്ചുകൊണ്ട് കല്യാണി പറയുകയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ല, ഇത് വിശേഷമുള്ളവർ കഴിക്കേണ്ട ഒരു ഔഷധക്കൂട്ടാണ്. പഴവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവക്കാഡോ, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി തുടങ്ങിയവ എല്ലാം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതില് പ്രത്യേകം മരുന്നുകളും ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതല്ല. അപ്പോ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് അരവിന്ദ് ചിരിച്ചുകൊണ്ട് കളിയാക്കി സുജാതയോട് വിലാസിനിയോട് പറയുകയാണ്. കഴിക്ക് നന്ദന എന്ന് പറയുകയാണ് കല്യാണി. നന്ദന പറയുകയാണ്, താങ്ക്സ് കല്യാണി. അന്നേരം ഇതൊന്നും ഇഷ്ടപ്പെടാതെ അഖിലാണ്ടേശ്വരി അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. അഖില മേഡം കൈ കഴുകാൻ പോകുമ്പോൾ കല്യാണി പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടുന്നുണ്ട്. എല്ലാവരും അഖിലയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. കല്യാണി കിച്ചണിൽ നിന്നും ടവലുമായി തിരികെ വരുന്നുണ്ട്. എന്നിട്ട് മാഡം എന്നും പറഞ്ഞ് അത് അഖിലയ്ക്ക് കൊടുക്കുകയാണ്. തുടച്ചതിന് ശേഷം ദേഷ്യത്തോടെ അഖില ആ ടവൽ കല്യാണിയുടെ തോളിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം അഖില പറയുകയാണ്, ആനന്ദ് എന്താ അമ്മയെന്ന് ആനന്ദ് ചോദിക്കുന്നു. നാളെ ഒരു പ്രസ് മീറ്റ് വിളിക്കണം, ഇവിടെ തന്നെ മതി. മീഡിയക്കാരെ എല്ലാവരെയും വിളിച്ചേക്ക്. ശരിയമ്മയെന്ന് ആനന്ദ് പറയുകയാണ്. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. അതുമാത്രവുമല്ല, ഒരു സെർമണി നടത്താൻ പോവുകയാണ്. എല്ലാവരും അതെന്താണെന്ന് സംശയത്തോടെ മൗനമായി അഖിലയെ നോക്കുന്നുണ്ട്. കല്യാണിയെ നോക്കി പുച്ഛത്തോടെ അഖില വീണ്ടും പറയുകയാണ്, പ്രഖ്യാപനം നടത്താൻ എനിക്ക് യോഗ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറെ നിയമിക്കാൻ പോകുന്നു. മീഡിയക്കാര് നിർബന്ധമായും എല്ലാവരും ഉണ്ടാകണം. അവരുടെ മുൻപിലായിരിക്കും ബ്രാൻഡ് അംബാസിഡറെ പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് കല്യാണിയോട് അഖില പറയുകയാണ്, കല്യാണി എന്താ മാഡം എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അഖില പറയുകയാണ്, കല്യാണി തന്നെയായിരിക്കും പുതിയ ബ്രാൻഡ് അംബാസിഡർ. അത് കേട്ട് സന്തോഷിക്കുകയാണ് കല്യാണിയും ആനന്ദം, ശിവരാമകൃഷ്ണനും നന്ദനയും അരവിന്ദും. പക്ഷേ വിലാസിനിക്കും നാരായണനും ആ വാർത്ത സന്തോഷമുണ്ടാക്കുന്നതല്ലായിരുന്നു. ഉറക്കെ ചിരിച്ചുകൊണ്ട് അരവിന്ദ് സീറ്റിൽ നിന്നും കല്യാണിയെന്ന് വിളിച്ചുകൊണ്ട് കല്യാണി അടുത്തേക്ക് ഓടിയെത്തുകയാണ്. എന്റെ പൊന്നോ, ഞാൻ എന്തായി കേൾക്കുന്നത്? കൺഗ്രാസ് എന്നും പറഞ്ഞ് കല്യാണിക്ക് കൈ കൊടുക്കാൻ വരികയാണ്. അപ്പോൾ എച്ചിലായിരുന്ന കൈ വീണ്ടും കഴുകാൻ വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടുകയാണ് അരവിന്ദ്. കൈ കഴുകിയതിനു ശേഷം അരവിന്ദ് വീണ്ടും വന്ന് ഭയങ്കര സന്തോഷമായി എന്നും പറഞ്ഞ് മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ എന്നും പറഞ്ഞ് കല്യാണിക്ക് കൈ കൊടുക്കുകയാണ്. വീണ്ടും അരവിന്ദ് പറയാണ്, ഹോ എന്റെ ദൈവമേ, അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സന്തോഷമുള്ള വാർത്ത കേട്ടു. അമ്മ പറഞ്ഞപ്പോഴേ ഞാനാകെ ടെൻഷനായി. നന്ദന പറയുകയാണ്, കല്യാണി എന്റെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അഭിനന്ദനങ്ങൾ, എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുജാതയും വന്ന് കല്യാണിയോട് പറയുകയാണ്, ആശംസകൾ കല്യാണി. താങ്ക് യു സുജാതേച്ചി എന്ന് കല്യാണി പറയുകയാണ്. ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദിനെ നോക്കി അരവിന്ദ് ചോദിക്കുകയാണ്, ഏയ് എന്താ ബ്രോ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? അമ്മയുടെ ഈ തീരുമാനത്തിൽ വളരെ സന്തോഷമുണ്ട് അരവിന്ദ്. ഇത്രയുള്ളൂ ബ്രോ നമ്മുടെ അമ്മ, ഇപ്പോൾ മനസ്സിലായില്ലേ? എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ്. ആഹാരം കഴിക്കുന്ന നന്ദനയോട് വീണ്ടും അരവിന്ദ് ചോദിക്കുകയാണ്, കുറച്ചെനിക്ക് ബാക്കി വയ്ക്കുമോ? അയ്യട, ഇതെനിക്ക് മാത്രമാണ് എന്ന് നന്ദന പറയുകയാണ്. മാറി നിൽക്കുന്ന അരവിന്ദിനോട് വീണ്ടും നന്ദന ചോദിക്കുകയാണ്, അരവിന്ദ് വേണോ? അരവിന്ദ് പറയാണ്, വേണ്ട കഴിക്കുക. കൈ കഴിയതിനു ശേഷം ശിവരാമകൃഷ്ണൻ പറയുകയാണ്, മോളെ വെരി ഗുഡ്. അഭിനന്ദനങ്ങളും ആശംസകളും. സന്തോഷമായി, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത് പ്രവർത്തിക്കുന്നതാണല്ലോ അഖിലയുടെ ഒരു രീതി, അഖിലയുടെ ഒരു സ്വഭാവം. അതേന്ന് തലയാട്ടുകയാണ് കല്യാണി. ഇപ്പോൾ കൈവന്ന സന്തോഷത്തിൽ മതിമറക്കുകയല്ല വേണ്ടത്. സന്തോഷിക്കാം, പക്ഷെ അതിനോടൊപ്പം നീ തന്നെ ചോദിച്ചു വാങ്ങിയ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അതിനെക്കുറിച്ച് ബോധവതിയായിരിക്കണം. ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കുമ്പോഴാണ് ആ പദവിയുടെ മഹത്വം മനസ്സിലാകുന്നത്. അന്നേരം നാരായണൻ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുകയാണ്. ശിവരാമകൃഷ്ണൻ തുടരുകയാണ്, ഏറ്റെടുത്ത ജോലി വളരെ എളുപ്പമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നീ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ലോകത്തിലെ എല്ലാ ബിസിനസ് രാജാക്കന്മാരും ഉറ്റുനോക്കുന്ന കമ്പനി. അതിൽ വിജയം നേടണം. നീ നേടുന്ന വിജയം ആകാശത്തോളം ഉയർന്നതായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് നാരായണൻ. അത് ചിന്തിക്കണം. ശരിയെന്ന് കല്യാണി തലയാട്ടുന്നുണ്ട്. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള നിന്റെ സെർമണിയാണ് നടക്കാൻ പോകുന്നത്. അത് നടക്കട്ടെ, അതല്ല വിഷയം. ഉത്തരവാദിത്വം, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം.
അത് മറക്കരുത്, ശരിയെന്ന് തലയാട്ടുകയാണ് കല്യാണി. അരവിന്ദ് കല്യാണിയോട് പറയുകയാണ്, പിന്നെ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോവുകയാണ് വിലാസിനി. സന്തോഷമായില്ലേ എന്ന് ആനന്ദ് വന്ന് കല്യാണിയോട് ചോദിക്കുകയാണ്. അയ്യട എന്ന് പറഞ്ഞ് അരവിന്ദ് നന്ദനയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.